ഹലോ വെൽക്കം ബാക്ക് ടു ഐനസ് ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെയാണ് നെക്കിൽ ഡിസൈൻ ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ നമ്മൾ റിങ്ങിൽ ഇട്ട ശേഷം ഡിസൈനും കാര്യങ്ങളൊക്കെ വരച്ചു കൊടുത്തു. ഇവിടെ പേന കൊണ്ടാണ് വരച്ചു കൊടുത്തത്. നമ്മൾ മായ്ച്ച് കഴിഞ്ഞാൽ പോകുമെന്നുള്ളൊരു ഡൗട്ടൊന്നും വേണ്ട, കാരണം അതൊന്ന് അയൺ ചെയ്ത് കഴിഞ്ഞാൽ പോകുന്ന രീതിയിലുള്ള ഒരു മാജിക് പെന്നാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ള ഒരു നീഡിലും അതുപോലെ തന്നെ നമ്മൾ എംബ്രോയ്ഡറി ത്രെഡും എടുത്തിട്ടുണ്ട്. എംബ്രോയ്ഡറി ത്രെഡിൽ സാധാരണ 6 ത്രെഡാണ് വരുന്നത്, പക്ഷെ നമ്മളിവിടെ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് 3ആയിട്ടാണ് എടുക്കുന്നത്. കാരണം ചെറിയൊരു തടി മാത്രമാണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ കനം കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ നമ്മൾ ആദ്യം സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങുന്നുണ്ട്. വളരെ ക്ഷമയോട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. കൂടുതൽ ടൈറ്റിൽ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ തുണീൻ്റെ ഇഴകൾ തന്നെ ടൈറ്റായി പോകും. അതുകൊണ്ട് അങ്ങനെ അധികം ടൈറ്റിൽ വലിക്കാണ്ട് ഒരു അത്യാവശ്യം എന്നാൽ ടൈറ്റുള്ള രീതിയിൽ തന്നെ നമ്മൾ ഈ ഒരു ചെയിൻ സ്റ്റിച്ച് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു സ്റ്റിച്ചിനെ പറയുന്നതാണ് ചെയിൻ സ്റ്റിച്ച് എന്ന് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മളതായ ചില ഡിസൈനിൽ നമുക്കിത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ ആദ്യം ഒരു നോർമലി ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക എന്നാണ് വിചാരിച്ചത്. പിന്നീടാണ് ഈ ഒരു ഡിസൈനിലേക്ക് മാറിയത്. അപ്പം 2 സൈഡിലും ഒരുപോലെ വരുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ ക്ഷമയോടെ വേണം കേട്ടോ ചെയ്യാൻ. കാരണം ധൃതി പിടിക്കാനോ കാര്യങ്ങളോ ഒന്നും ചെയ്യണ്ട. സിമ്പിളായിട്ടുള്ള ഒറ്റൊരു സ്റ്റിച്ച് തന്നെ ആയതുകൊണ്ട് നമുക്ക് പതിയെ സമയം എടുത്തിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഒരു ഫുൾ നെക്ക് കംപ്ലീറ്റ് ആക്കാൻ എനിക്ക് ഏകദേശം ഒരു അരമണിക്കൂർ മാത്രമേ ആവശ്യം വന്നിട്ടുള്ളൂ. കാരണം കുറച്ചൊന്ന് ആദ്യത്തെ ആ ഒരു സ്റ്റിച്ചൊന്ന് നമുക്കൊന്ന് വശമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു കോൺസെൻട്രേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുന്നുണ്ടാകും. അപ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഇതുപോലെ നെക്കിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിന് എനിക്ക് ആകെ ചിലവായിട്ടുള്ളത് ഒരു 10-12 രൂപ മാത്രമായിരിക്കും ചിലവായിട്ടുണ്ടാവുക. കാരണം നമ്മൾ എക്സസ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു മെറ്റീരിയലിൽ തന്നെയാണ് നമ്മൾ സാരി മെറ്റീരിയലിലാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തത്. എ ലൈനായിട്ടോ അല്ലെങ്കിൽ നമ്മൾ പാനൽ കട്ടായിട്ടോ അല്ലെങ്കിൽ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഡ്രസ്സ് നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. നെക്കിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ കൊടുക്കുന്നത്. താഴോട്ട് നമുക്ക് നമ്മളതായിട്ടുള്ള ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റും. ഞാൻ ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്ത ശേഷം നോർമൽ ഒരു സ്ലിറ്റഡ് കുർത്തിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതേപോലെ നമ്മൾ ഫൈനലി വരുന്ന ഒരു ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിതിൻ്റെ അവസാനം ഇതിൻ്റെ ലോക്ക് കാര്യങ്ങളും അതുപോലെ തന്നെ എൻഡിങ്ങും കാര്യങ്ങളും വളരെ പെർഫെക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ പിന്നീട് ആ ഒരു ത്രെഡ് നമുക്ക് പൊട്ടിപ്പോവാതോ അല്ലെങ്കിൽ ഊരി വരാതെയോ ഇരിക്കത്തുള്ളൂ. അപ്പോൾ അതും കൂടി നമ്മളൊന്ന് ശ്രദ്ധിച്ചെടുക്കണം കേട്ടോ. അതുപോലെ തന്നെ 2 സൈഡും ഒരേപോലെ തന്നെ ആവാനും കൂടി ശ്രദ്ധിക്കണം. കാരണം നമ്മളൊരു കുറച്ചൊരു നീറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ 2 സൈഡും ഒരുപോലെ ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ ഭംഗിയുണ്ടാവുള്ളൂ. അപ്പോൾ ഫൈനലി നമ്മൾ താഴേക്ക് കെട്ടിടാൻ വേണ്ടിയിട്ടാണ് നീഡിൽ കുത്തി ഇറക്കുന്നത്. അപ്പം ബാക്ക് സൈഡിൽ ഇതുപോലൊരു സിംഗിൾ ചെയിനായിട്ട് ഉള്ളതിൽ നമ്മൾ നീഡിലിട്ട് ആ ഒരു ത്രെഡിനെ പുറത്തെടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് വലിച്ച് ടൈറ്റ് ആക്കുന്നില്ല, ചെറിയൊരു ഗ്യാപ്പ് അവിടെ കൊടുക്കുന്നുണ്ട്. കാരണം ആ ഗ്യാപ്പിൻ്റെ ഇടയിലൂടെ നമുക്ക് നീഡിൽ ഒന്നുകൂടി കൊടുത്ത് ആ ത്രെഡിനെ ടൈറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ 2 തവണ ചെയ്ത് നമ്മൾ ആ ലോക്ക് അവിടെ സെക്യൂർഡ് ആക്കുന്നുണ്ട്. അതിനുശേഷം ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ എന്താക്കുന്നത്, ആ ത്രെഡിനെ കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പം ഇതുപോലുള്ള കുഞ്ഞു ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് ഇതുപോലെ തന്നെ വേണമെന്നില്ല, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.